ഗാസയിൽ ഇസ്രയേലിന്റെ കൊടും ക്രൂരതയും ഇറാനും ഇസ്രയേലും തമ്മിലുള്ള സംഘർഷവും തുടരുന്ന സാഹചര്യത്തിൽ തുർക്കിയുടെ പുതിയ നീക്കം. രാജ്യത്തെ 81 പ്രവിശ്യകളായി ബോംബ് ഷെൽട്ടറുകൾ നിർമ്മിക്കാനൊരുങ്ങി തുർക്കി. പ്രസിഡന്റ് റജബ് തൊയ് ഉർദുഗാന്റെ നേതൃത്വത്തിൽ ജൂൺ മാസത്തിൽ നടന്ന ക്യാബിനറ്റ് മീറ്റിംഗിലാണ് ബോംബ് ഷെൽട്ടറുകൾ സ്ഥാപിക്കാൻ തീരുമാനമായത് എന്നാണ് റിപ്പോർട്ടുകളിൽ സൂചിപ്പിക്കുന്നത്. തുർക്കിഷ് ഹൌസിംഗ് ഡെവലപ്മെന്റ് അഡ്മിനിസ്ട്രേഷന്റെ നേതൃത്വത്തിലാണ് കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുക. 12 ദിവസങ്ങളോളം നീണ്ടുനിന്ന ഇറാൻ ഇസ്രയേൽ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ടർക്കിഷ് നാഷണൽ ഇന്റലിജൻസ് ഏജൻസി ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിരുന്നു. ഇതുപ്രകാരം രാജ്യത്തുടനീളം മുന്നറിയിപ്പ് സംവിധാനങ്ങളും ആക്രമണങ്ങളെ നേരിടാനുള്ള ഷെൽട്ടറുകളും സ്ഥാപിക്കാൻ ഏജൻസി ശുപാർശ ചെയ്തിരുന്നു. ആക്രമണങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ ഇസ്രയേലി പൗരന്മാർ ബോംബ് ഷെൽട്ടറുകളുടെ വ്യാപകമായി ആശ്രയിച്ചിരുന്നു. ഇത് മാതൃകയാക്കാനാണ് തുർക്കിയുടെ ശ്രമം. പൊതുജനങ്ങളുടെ സംരക്ഷണത്തിനായി നഗരങ്ങളിലെ ഭൂഗർഭ മെട്രോ സ്റ്റേഷനുകൾ ഉപയോഗപ്പെടുത്തണമെന്ന നിർദ്ദേശവുമുണ്ട്. ദുരന്തങ്ങളുടെയും യുദ്ധങ്ങളുടെയും പശ്ചാത്തലത്തിൽ സാധാരണക്കാരായ ജനങ്ങൾക്ക് സുരക്ഷിതമായ ഇടങ്ങൾ ഒരുക്കി നൽകാനാണ് ഈ പദ്ധതി വഴി ഉദ്ദേശിക്കുന്നത് എന്നാണ് തുർക്കി മാധ്യമമായ NTV റിപ്പോർട്ട് ചെയ്തത്. ഇതിനായി നഗരവൽക്കരണ മന്ത്രാലയം ജപ്പാൻ, സ്വിറ്റ്സർലൻഡ് എന്നിവിടങ്ങളിലെ മാതൃകകൾ പഠനവിധേയമാക്കിയിട്ടുണ്ട്. രാജ്യതലസ്ഥാനമായ അങ്കാറയിൽ ഇതിനകം ഷെൽട്ടറുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. 1987 നിലവിൽ വന്ന തുർക്കിയിലെ ഷെൽട്ടർ റെഗുലേഷൻ പ്രകാരം നിശ്ചിത വലുപ്പത്തിന് മുകളിലുള്ള കെട്ടിടങ്ങൾക്ക് ഷെൽട്ടറുകൾ വേണമെന്ന് നിർദ്ദേശമുണ്ട്. എന്നാൽ ഇത് പലപ്പോഴും പാലിക്കപ്പെടാറില്ല. കൂടാതെ പല ഷെൽട്ടറുകളും പാർക്കിംഗ് ഏരിയകളോ സംഭരണശാലകളോ ആയി മാറ്റുകയാണ് പതിവ്. അതിനിടെ ഗാസ സിറ്റിയിലെ റോഡുകളും കെട്ടിടങ്ങളും ഇടിച്ചു നിരത്തി ഇസ്രയേൽ ടാങ്കുകൾ കൂടുതൽ മേഖലകളിലേക്ക് ആക്രമണം വ്യാപിപ്പിച്ചു. ആയിരക്കണക്കിന് പലസ്തീൻ കുടുംബങ്ങൾ നഗരം വിട്ടു. സിറ്റിയുടെ കിഴക്കൻ സെയ്ത്തൂൺ, സബ്രാജ്, ഷെജയ എന്നിവിടങ്ങളിൽ കനത്ത ബോംബിംഗ് തുടരുകയാണ്. 4 വയസ്സുള്ള പെൺകുട്ടിയടക്കം 32 പലസ്തീൻകാർ കൊല്ലപ്പെട്ടു. ഹമാസിന്റെ ഉന്നത നേതാവ് മഹ്മൂദ് അൽ അസ്വാദിനെ വധിച്ചതായും ഇസ്രയേൽ സേന അവകാശപ്പെട്ടു. ഗാസ സിറ്റിയുടെ വടക്കൻ മേഖലയിലെ ഇബാദ അൽ റഹ്മാൻ പ്രദേശമാണ് ടാങ്കുകൾ വളഞ്ഞത്. പിന്നീട് ജബാലയിലേക്കും പിൻവാങ്ങി. പട്ടിണി മൂലം 10 പേർ കൂടി മരിച്ചു. ഇതോടെ പട്ടിണി മരണം 119 കുട്ടികളടക്കം 313 ഗാസയിൽ ഇതുവരെ ഇസ്രയേൽ ആക്രമണങ്ങളിൽ 62,895 പലസ്തീൻകാർ കൊല്ലപ്പെട്ടു. ഗാസ സിറ്റിയിൽ ഇപ്പോഴും ഹമാസ് ശക്തമാണെന്ന് ആരോപിച്ചാണ് ഇവിടം പിടിച്ചെടുക്കാനുള്ള പടനീക്കം. നിലവിൽ ഗാസയുടെ 80% പ്രദേശവും ഇസ്രയേൽ സൈന്യത്തിന്റെ നിയന്ത്രണത്തിലാണ്. അതിനിടെ പലസ്തീൻ വിഷയത്തിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അധ്യക്ഷതയിൽ വൈറ്റ് ഹൌസിൽ യോഗം ചേർന്നു. യുദ്ധാനന്തര ഗാസയിലെ നടപടികൾ സംബന്ധിച്ചാണ് ചർച്ചയെന്നാണ് സൂചന. വാഷിംഗ്ടണിലുള്ള ഇസ്രയേൽ വിദേശകാര്യമന്ത്രി ഗിഡിയൻ സാറയുമായി US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പ്രത്യേക കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. യുദ്ധവിരുദ്ധ പ്രകടനങ്ങൾ ഇസ്രയേൽ നഗരങ്ങളിൽ ഇന്നലെയും തുടർന്നു. അതേസമയം സിറിയയിലെ ഡമാസ്കസിലെ ഗ്രാമീണ മേഖലയിൽ ഇസ്രയേൽ നടത്തിയ ഡ്രോൺ ആക്രമണങ്ങളിൽ 6 സിറിയൻ സൈനികർ കൊല്ലപ്പെട്ടു. ഗാസയിലെ അൽനാസർ ആശുപത്രി പരിസരത്ത് ഹമാസ് സ്ഥാപിച്ച നിരീക്ഷണ ക്യാമറ തകർക്കാനാണ് ആക്രമണം നടത്തിയത് എന്ന് ഇസ്രയേൽ സൈന്യം പറഞ്ഞു. മാധ്യമപ്രവർത്തകരടക്കം കൊല്ലപ്പെട്ട അൽനാസർ ആശുപത്രിയിലെ മിസൈൽ ആക്രമണത്തിൽ പ്രാഥമിക അന്വേഷണത്തിന് ശേഷം പ്രതികരിക്കുകയായിരുന്നു ഇസ്രയേൽ സൈന്യം. ഇസ്രയേൽ സൈന്യത്തിന്റെ നീക്കങ്ങൾ നിരീക്ഷിക്കാനാണ് ഹമാസ് ക്യാമറ സ്ഥാപിച്ചത് എന്ന് സൈനിക വൃത്തങ്ങൾ ആരോപിച്ചു. വാർത്താ ഏജൻസികളായ റോയിറ്റേഴ്സിന്റെയും അസോസിയേറ്റഡ് പ്രസിന്റെയും മാധ്യമപ്രവർത്തകർ സൈന്യത്തിന്റെ ലക്ഷ്യമായിരുന്നില്ലെന്നും ഇസ്രയേൽ പറയുന്നു. അൽനാസർ ആശുപത്രിക്ക് നേരെ തിങ്കളാഴ്ച ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ 5 മാധ്യമപ്രവർത്തകരടക്കം 20 പേരാണ് കൊല്ലപ്പെട്ടത്. അതേസമയം ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നേതൃത്വത്തിൽ ക്യാബിനറ്റ് യോഗം ചേർന്നു. ഗാസയിൽ അടുത്ത ഘട്ടത്തിലെ നടപടി സംബന്ധിച്ച് തീരുമാനിക്കാനാണ് യോഗം ചേർന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.